ഏപ്രിൽ 1 മുതൽ പുതിയ ആദായ നികുതി നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു. ബജറ്റ് അവതരണത്തിലായിരുന്നു ഈ പ്രഖ്യാപനം. നികുതി നയങ്ങൾ ലഘൂകരിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. പുതിയ ഫോമുകളും കുറഞ്ഞ TCS നിരക്കുകളും അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിൽ ചില മാറ്റങ്ങളും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ITR 1, ITR 2 ഫോമുകൾ ഉപയോഗിച്ച വ്യക്തിഗത നികുതിദായകർക്ക് ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള സമയപരിധി ജൂലൈ 31 വരെയാക്കി. പരിശോധനയ്ക്ക് ശേഷവും ടാക്സ് റിട്ടേൺ വിവരം പുതുക്കാം. വാഹനാപകട നഷ്ടപരിഹാര തുകയ്ക്ക് ഇനി മുതൽ നികുതി ഉണ്ടാകില്ല. ഈ വർഷം ധനക്കമ്മി കുറയ്ക്കും. GDP-യുടെ 4.5% ആയി കുറയ്ക്കും. വിദേശയാത്രയുടെ TCS 5-ൽ നിന്ന് 2%, മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള TCS 5-ൽ നിന്ന് 2% കുറയ്ക്കും. വരുമാനത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകിയാൽ കടുത്ത ശിക്ഷ നേരിടേണ്ടി വരുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. വിദേശത്തേക്ക് പണം അയക്കുന്നതിന് നികുതി കുറയ്ക്കും. വിദേശ ഇന്ത്യക്കാരുടെ സ്ഥാവര വസ്തുക്കളുടെ കൈമാറ്റത്തിന് നികുതി ചുമത്തും. ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമില്ല. ഡ്യൂട്ടി ഫ്രീ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് പരിധി കൂട്ടുമെന്നും ബജറ്റിൽ പറയുന്നു. പ്രവാസികളുടെ വസ്തു ഇടപാടിന് സ്രോതസ്സിൽ നിന്നും നികുതി ഈടാക്കുന്നതിനുള്ള നടപടിക്രമം ലഭ്യമാക്കും. ഇനി മുതൽ സ്ഥലം വാങ്ങുന്നയാൾക്ക് സ്വന്തം പാൻ ഉപയോഗിച്ച് TDS അടയ്ക്കാം. ഇതോടെ വസ്തു ഇടപാടുകളിൽ TAN ഒഴിവാക്കുകയും ഇടപാടുകൾ കൂടുതൽ എളുപ്പത്തിലാക്കുകയും ചെയ്യും. 20 ലക്ഷം രൂപയിൽ താഴെയുള്ള വിദേശ നിക്ഷേപങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ വീഴ്ച വരുത്തുന്ന വ്യക്തികളെ ശിക്ഷാ നടപടികളിൽ നിന്നും ഒഴിവാക്കും. വിദേശ സ്വത്ത് വെളിപ്പെടുത്താൻ 6 മാസം വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ക്ലൗഡ് സർവീസുകൾക്ക് 2047 വരെ ടാക്സ് ഹോളിഡേയാണ്. ക്യാപെക്സിൽ നിക്ഷേപിക്കുന്ന വിദേശ ഇന്ത്യക്കാർക്ക് 5 വർഷത്തേക്ക് നികുതി ഇളവുണ്ടാകും. അതേസമയം പ്രമേഹം, ക്യാൻസർ, മറ്റു വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവയ്ക്കുള്ള ചികിത്സകളുടെയും മരുന്നുകളുടെയും വില കുറയുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു. തന്റെ തുടർച്ചയായ 9ാമത്തെ ബജറ്റ് പ്രസംഗത്തിനിടെയാണ് നിർമ്മല സീതാരാമന്റെ പ്രഖ്യാപനം. പ്രമേഹം, ക്യാൻസർ തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങൾക്കുള്ള താങ്ങാനാവുന്ന ചികിത്സ ഉറപ്പാക്കുക എന്നത് 2026 ബജറ്റിലെ ആരോഗ്യ സംരക്ഷണ മുൻഗണനയാണെന്ന് ധനമന്ത്രി പറഞ്ഞു. 17 മരുന്നുകൾക്ക് അടിസ്ഥാന കസ്റ്റംസ് തീരുവ ഒഴിവാക്കാനും പ്രത്യേക മെഡിക്കൽ ആവശ്യങ്ങൾക്കായി ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾ, ഭക്ഷണം എന്നിവയുടെ വ്യക്തിഗത ഇറക്കുമതിക്കുള്ള തീരുവ ഒഴിവാക്കുന്നതിനുള്ള പട്ടികയിലേക്ക് 7 രോഗങ്ങൾ കൂടി ചേർക്കാനും തീരുമാനിച്ചു. ഇന്ത്യയിൽ അമിതവണ്ണം വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണെന്നും പൊതുജനാരോഗ്യം വെല്ലുവിളിയായി മാറുകയാണെന്നും സാമ്പത്തിക സർവേയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ആരോഗ്യ മേഖലയെ 5 പ്രാദേശിക മെഡിക്കൽ ഹബ്ബുകൾ സ്ഥാപിക്കുമെന്നും ഇതുവഴി മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. ഉത്തരേന്ത്യയിൽ ഒരു മാനസികാരോഗ്യ സ്ഥാപനം കൊണ്ടുവരുന്നതിനായി സർക്കാർ 2.0 സ്ഥാപിക്കുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഇന്ത്യയുടെ ചെറുകിട ബിസിനസ്സുകൾക്ക് ഊർജ്ജം പകരുന്നതിനായി ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ പുതിയ നിക്ഷേപങ്ങൾ, വ്യവസായശാലകളുടെ പുനരുജ്ജീവനം, മെച്ചപ്പെടുത്തിയ വായ്പാ ലഭ്യത എന്നിവ പ്രഖ്യാപിച്ചു. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ വളർച്ച ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ബജറ്റ്. ഇതുവഴി ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾക്ക് മൂലധനം, വിപണി, ലഭ്യമായ വരുമാനം എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പുതിയ തുടക്കമാകും. 200 പഴയ വ്യവസായശാലകൾ പുനരുജ്ജീവിപ്പിക്കാൻ ഒരു പദ്ധതി സർക്കാർ ആരംഭിക്കും. സാമ്പത്തിക പ്രതിസന്ധി, കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യ എന്നിവ കാരണം തകർന്ന പരമ്പരാഗത വ്യവസായ കേന്ദ്രങ്ങളെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. തൊഴിൽ സൃഷ്ടിക്കാനും മറന്നുപോയ നിർമ്മാണ മേഖലകളെ വീണ്ടെടുക്കാനും ഇത് സഹായിക്കും. അധിക വളർച്ചാ സാധ്യതയുള്ള കമ്പനികൾക്ക് പിന്തുണ നൽകുന്നതിനായി 10,000 കോടി രൂപയുടെ വളർച്ചാ ഫണ്ട് ആരംഭിക്കും. ഉൽപാദനക്ഷമത, ഔപചാരികവൽക്കരണം, കയറ്റുമതിക്കുള്ള സജ്ജീകരണം തുടങ്ങിയ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന പ്രോത്സാഹനങ്ങൾ നൽകുന്നതിനോടൊപ്പം ഫണ്ടും പ്രവർത്തിക്കും. ഏറ്റവും ചെറിയ സ്ഥാപനങ്ങളെ നിലനിർത്തുന്നതിനായി സ്വയം പര്യാപ്തത ഇന്ത്യ ഫണ്ടിന് 2,000 കോടി രൂപ അധികമായി അനുവദിക്കും. വായ്പാ ഗ്യാരണ്ടി പദ്ധതികൾ ഉണ്ടായിട്ടും മൂലധനം ലഭിക്കാത്ത സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ഇത് പിന്തുണ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബജറ്റ് വ്യാപാര ധനകാര്യ ശൃംഖലയെയും ശക്തിപ്പെടുത്തുന്നു. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഗവൺമെന്റ് മാർക്കറ്റ് പ്ലേസിനെ ട്രേഡ് റിസീവബിൾ ഡിസ്കൗണ്ടിംഗ് സിസ്റ്റവുമായി ബന്ധിപ്പിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നു. ഇത് പുതിയ ട്രേഡിംഗ് വിഭാഗം സൃഷ്ടിക്കുകയും ഈ മേഖലയിലേക്ക് പുതിയ പണം പ്രവഹിക്കാനും സഹായിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.